ഇന്ന് 2 ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത് വറുക്കാനായിട്ടാണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് വൈകുന്നേരത്തേക്ക് ഒരു കൂട്ടാൻ ഉണ്ടാക്കാമെന്ന് വെച്ചു. അപ്പോൾ ചക്കയൊക്കെ മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. അപ്പോൾ ഈ മടൽ ചെത്തിക്കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാൻ കേട്ടോ ചെയ്യണത്. അല്ല ചുള മാത്രം നമ്മൾ കൂട്ടാനായിട്ട് ഉണ്ടാക്കുകയല്ല കേട്ടോ, നമ്മൾ എല്ലാം കൂടി അരിഞ്ഞെടുക്കുകയാണ്. ചക്കക്കുരുവൊക്കെ മാറ്റിയതിന് ശേഷം ഒന്നായിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കും. അപ്പോൾ നമുക്ക് ഇതൊക്കെ അരിഞ്ഞെടുത്തിട്ട് വരാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇങ്ങനെയൊക്കെ കൂട്ടാൻ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇത് വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതെല്ലാം അരിഞ്ഞെടുത്തതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം 2 പച്ചമുളക് കീറിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം. അതും കൂടി ചേർത്ത് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇത് വേഗത്തിൽ തന്നെ വേവിട്ടോ, 2 വിസിൽ വന്നാൽ തന്നെ ഇത് വെന്ത് കിട്ടും. അപ്പോൾ ഞാൻ 2 വിസിൽ വന്നതിന് ശേഷം കുക്കറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു കടുക് വറുത്തൊഴിക്കേണ്ടതുണ്ട്. അതിനായിട്ട് ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായി വരുമ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നാൽ കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുകൊക്കെ പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഉണക്കമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ചക്കയിലേക്ക് ഒഴിച്ച് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള നല്ലൊരു ചക്കക്കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇത് നല്ലൊരു ടേസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരാം.